പരിശുദ്ധമായ നാമം ഒരു പ്രാവശ്യത്തോടെ മഹത്വപ്പെടട്ടെ. ദൈവസഭ അറിഞ്ഞിരിക്കേണ്ട 2-3 കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയാം. ഒന്ന്, നമ്മുടെ പ്രാർത്ഥന നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? നടന്നാൽ നടക്കട്ടെ, നടന്നില്ല നടക്കട്ടെ എന്നല്ല, നമ്മുടെ ആ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ദൈവം നമ്മളെ കടത്തിവിടുന്ന ശോധനയും പിശാച് നമ്മൾക്കെതിരെയുള്ള ടെക്നിക്സുകളെ നമ്മൾ തിരിച്ചറിയാൻ പഠിക്കണം. ഇത് രണ്ടും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ ഉള്ള കുഴപ്പമെന്നറിയോ? നമ്മൾ കൺഫ്യൂഷനായിപ്പോയി. ദൈവം നമ്മളെ കടത്തിവിടാൻ അനുവദിക്കുന്ന ചില വഴികളുണ്ട്. ഇത് നമ്മൾ വചനത്തിൽ വായിക്കുന്നതെന്നറിയോ? അവൻ നമുക്ക് കഷ്ടതയോടുകൂടി എന്തോ ചെയ്യുന്നു? അവൻ അതിൻ്റെ പോക്കുവഴിയും കൂടെ ചെയ്യുന്നു. അപ്പൊ ചിലത് ദൈവം നമ്മളെ കടത്തിവിടാൻ ആഗ്രഹിക്കുന്ന ചില വഴികളുണ്ട്, ഇല്ലേ? എന്നാൽ ചില സാഹചര്യങ്ങൾ, രോഗത്തെ ഞാൻ എപ്പോഴും പറയും, രോഗത്തിൻ്റെ 2 കാരണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒത്തിരി കാരണങ്ങളുണ്ട്. അതിൽ 1-2 കാരണങ്ങൾ എന്തോന്നറിയോ? രോഗം നമ്മളിൽ പ്രവേശിക്കുന്നതിൻ്റെ ക്ഷമിക്കാത്തതുകൊണ്ടാണ്. പ്ലീസ്, ആ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ രോഗം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും. ക്ഷമിക്കണം പ്ലീസ്. ഞാൻ നിങ്ങളെ എന്തിനാ ഇത് കുറയ്ക്കുന്നറിയോ? നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയൊന്നുമല്ല, നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ തടസ്സമായിട്ടുള്ള ഒന്നും നമ്മൾ ഉണ്ടാവരുത്. ദൈവം നിങ്ങളെ വിടുവിക്കുമ്പം ഇവനെയാണോ ദൈവം വിടുവിച്ചതെന്ന് പിശാചിനൊരു ചോദ്യം ചോദിക്കാൻ നിങ്ങളൊരു വ്യക്തികളാവരുത്. ഹലോ, കേൾക്കുന്നുണ്ടോ? എന്ന് വെച്ചാൽ അവൻ്റെ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇരിക്കരുത്. പണ്ടൊരു കൊച്ചൻ സ്കൂളിൽ പോയപ്പം അവനെ ടീച്ചർ വിളിപ്പിച്ചു, അവൻ്റെ പപ്പയും മമ്മിയും. മമ്മിക്കും പപ്പയ്ക്കും ജോലി ഉള്ളത് കൊണ്ട് പപ്പ മാത്രമാണ് എന്ത് ചെയ്തേ, ടീച്ചർ വിളിച്ചപ്പോൾ പോയത്. അവിടെ ചെന്നപ്പം ടീച്ചർ പറഞ്ഞു, ഇവൻ്റെ ഈ സ്വഭാവം ശരിയല്ല. ഇവൻ വരുമ്പം പിള്ളേരുടെ ബോക്സ്, പെൻസിൽ, പേപ്പർ, റബ്ബർ ഇതെല്ലാം എന്ത് ചെയ്യുക, എടുത്തോണ്ട് പോവുകയാണ്. ഇങ്ങനെ പോയാൽ ഇവനെ എന്ത് ചെയ്യും? വളരെ ബുദ്ധിമുട്ടാവും. സ്കൂളിൽ ഇവന് മാതാപിതാക്കൾ ഈ കാര്യം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ കൈകാര്യം. അപ്പം പ്രിൻസിപ്പളിൻ്റെ മുമ്പ് വെച്ച് പുള്ളി പറഞ്ഞു, ഞാൻ ഈ കാര്യം എന്ത് ചെയ്യാം, കൈകാര്യം ചെയ്യും. നമ്മൾ ഏതൊരാളെ പോലെ അവരും പറഞ്ഞ് എന്ത് ചെയ്യാം, കൈകാര്യം ചെയ്തോളാം. അവനെ വഴിയിലൊന്നും പറയാതെ വീട്ടിൽ ചെന്നപ്പോൾ മമ്മിയോട് പറഞ്ഞു, എന്തിനാ ഇന്ന് എന്നെ പ്രിൻസിപ്പൾ വിളിപ്പിച്ചെന്നറിയോ? ഇവൻ എന്ത് ചെയ്യുന്നു, അവിടുന്ന് പേപ്പറും പെൻസിലും ഇറൈസറും ഒക്കെ എന്ത് ചെയ്യുക, എടുത്തോണ്ട് വരിക. അപ്പോൾ മമ്മി ചോദിച്ചടാ, എന്തിനാണ് നീ അങ്ങനെ ചെയ്തേ? നീ പപ്പയോട് ഒരു വാക്ക് പറഞ്ഞായിരുന്നെങ്കിൽ എത്ര എണ്ണം വേണേലും ഓഫീസിൽ നിന്ന് എടുത്തോണ്ട് തരത്തില്ലായിരുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല? ഇതൊന്നും കേൾക്കത്തില്ല. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എനിക്ക് എന്തോ അയക്കണേ. ചുമ്മാതെ വ്യക്തികളും പ്രവാചകന്മാരും നിങ്ങളെ പറ്റിച്ചിട്ട് പോകത്തേ ഉള്ളൂ. തിരിച്ചറി. നമ്മൾ ഗുണപ്പെടാതെ കിട്ടുന്ന നന്മയെല്ലാം നമ്മുടെ അധോഗതിയുടെ. അയ്യോ, കേൾക്കുന്നുണ്ടോ? പണ്ടൊരു രാജാവിൻ്റെ കൊട്ടാരത്തിൽ, വചനം പറയാൻ വേണ്ടി വന്ന കഥയാ പറയുന്നത്. രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരാൾ ചെയ്യുന്നു. ഒരു പഴയ കഥയാട്ടോ, ഇത് ഏത് അന്തരീക്ഷത്തിലാണെന്ന് എനിക്കറിയത്തില്ല. ഇനി വേറെ എന്തിലെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ. ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു നല്ല കഥയായിട്ട് പറയും. രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരു പാട്ടുകാരൻ ചെന്നു. പാട്ടുകാരൻ ചെന്നപ്പം നല്ല മനോഹരമായ പാട്ടാണ് ഇദ്ദേഹം പാടുന്നത്. രാജാവിന് പാട്ട് എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. രാജാവ് പറഞ്ഞു, നിനക്ക് ഞാൻ സ്വർണം തരാം, വീട് തരാം, ആന തരാം, അമ്പാരി തരാം, ഓരോന്നോരോന്ന് ഇങ്ങനെ പറയുക. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രാജാവിൻ്റെ കൽപ്പനയല്ലേ, നീ ആൾക്കാർ അതെല്ലാം കൊണ്ട് എന്ത് ചെയ്യാൻ സമയമെടുക്കും. രാജാവിനോട് നന്ദിയൊക്കെ പറഞ്ഞ് ഇദ്ദേഹം വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു ഭാര്യയോട്, എൻ്റെ പ്രിയതമേ, നമ്മുടെ വിഷയമെല്ലാം എന്ത് ചെയ്യാൻ പോവാ, നമ്മൾ ഇന്ന് എല്ലാം പ്രാർത്ഥനയൊക്കെ നമ്മൾ ചില മീറ്റിംഗ് കഴിഞ്ഞില്ലെന്ന് പറയത്തില്ലേ, എന്തോ പറയുന്നേ, നമ്മുടെ വിഷയമെല്ലാം എന്ത് ചെയ്യാൻ പോവാ, തീരാൻ പോവാ. ഇതുപോലെ ഇതെല്ലാം കേട്ടപ്പോഴത്തേക്ക് എന്തോ ചെയ്തു, എൻ്റെ വിഷയമെല്ലാം മറന്നു. അപ്പൊ ഭാര്യ ചോദിച്ചു, എന്തോ പറ്റി മനുഷ്യ, നിങ്ങൾ ഇന്ന് വരെ ഇല്ലാത്തൊരു, ഞാനിന്ന് പാടാൻ പോയ എവിടാന്നറിയോ? രാജാവിൻ്റെ കൊട്ടാരത്തിലാ. രാജാവ് പറഞ്ഞ എനിക്ക് എന്തൊക്കെ തരുമെന്നാ? വീട് തരും, സ്വർണം തരും, ആളെ തരും, പരിചാരകന്മാരെ തരും. എനിക്ക് വേണ്ട. ഇനി ഞാൻ പഴയ ഞാനല്ല, ഞാൻ ആരാകാൻ പോവാ? ഞാൻ രാജാവിൻ്റെ പോലെ ഒരു തത്തുല്യനായ ഒരു വ്യക്തി ഞാനാകാൻ പോവാ. ഭാര്യ പറഞ്ഞു, ശരിയാണോ മനുഷ്യ നിങ്ങൾ ഈ പറഞ്ഞേ? പറഞ്ഞു, അതെ,
നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ടെല്ലാം എന്ത് ചെയ്യാൻ പോവാ? മാറാൻ വേണ്ടി പോവാ. ഒരാഴ്ചയായി കൊട്ടാരത്തിൽ നിന്നൊന്നും വരുന്നില്ല. 2 ആഴ്ചയായി ആരും വരുന്നില്ല. ഇപ്പം വരും, വിളംബരം വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക. 3-ാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്ക് പുള്ളിയുടെ ക്ഷമ നശിച്ചു. പുള്ളി രാജാവിൻ്റെ ഈ ദർവാസിലേക്ക്, ഈ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, രാജാവേ, നീ എന്നോട് പറഞ്ഞതല്ലേ എനിക്ക് ആന തരാം, അമ്പാരി തരാം, വീട് തരാം, കാറ് തരാം, എന്തെല്ലാം നീ എന്നോട് പറഞ്ഞേ? ഇതൊന്നും ഇതുവരെ എൻ്റെ വീട്ടിൽ വന്നില്ലല്ലോ. അപ്പൊ രാജാവ് പറഞ്ഞു, ഈ മേടിക്കുന്നതും കൊടുക്കുന്നതും ഉള്ള സംസാരം എപ്പോഴാണ് ഉണ്ടായേ? നീ എന്നെ പാട്ട് പാടി ചെവി സന്തോഷിപ്പിച്ചു, ഞാൻ സാധനം തരാമെന്നും പറഞ്ഞ് നിന്റെ ചെവി സന്തോഷിപ്പിച്ചു. ഒന്നും മനസ്സിലായില്ല. ഇതുപോലെ പല മീറ്റിങ്ങുകളും ഈ രീതിയിൽ പൊക്കോണ്ടിരിക്കും. ഇപ്പം നമ്മൾ ചിലതൊക്കെ പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കും, പ്രസംഗിക്കുന്നവർ വന്ന് പറഞ്ഞ് നമ്മളെ സന്തോഷിപ്പിക്കും. ഇപ്പൊ കിട്ടുമെന്നും പറഞ്ഞ് മാനസാന്തരപ്പെടാതിരിക്കുക. ഹലോ, നിങ്ങൾ ഒരു കാര്യം ഓർക്കണേ, മാനസാന്തരപ്പെടാതെ ദൈവമാണ് തന്നതെന്നും പറഞ്ഞ് എന്തെങ്കിലും കൈവച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം തന്നതല്ല. നമ്മളെക്കാളും നന്നായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുണ്ട് ലോകത്തിൽ. അവരൊക്കെ മാനസാന്തരപ്പെട്ടിട്ടാണോ ഇരിക്കുന്നത്? അതുകൊണ്ട് ഒരു ദൈവവൈതൽ എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനും മേടിക്കാനും വേണ്ടിയായിരിക്കുന്നെങ്കിൽ മാനസാന്തരപ്പെട്ടിട്ട് തന്നെ വേണം ഇരിക്കാൻ. സ്നാനം ഒന്നേ ഉള്ളെങ്കിലും മാനസാന്തരം എന്തോ എഴുതിയിരിക്കുന്നത്? ദിവസേന നമ്മൾ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. കേൾക്കുന്നുണ്ടോ? അപ്പൊ ദൈവവചനം ഞായറാഴ്ച രാവിലെ നമ്മൾ കേൾക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ വന്ന, എനിക്കറിയാം ഇതിനേക്കാളും ആളും സാഹചര്യങ്ങളും ഒക്കെയുള്ള ചർച്ചകൾ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്. എനിക്കൊറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഈ പട്ടണത്തിൽ എവിടെ പോയി ഒരു ലോക്കൽ ചർച്ചിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്താലും, പ്രിയരെ, നിങ്ങളെ ചതിക്കുന്ന വാക്ക് കേട്ടിട്ട് നിങ്ങൾ പോകരുത്. ഇന്ന് നിൽക്കുന്നത് പോലെ നമ്മളെല്ലാവരും ആരുടെ മുമ്പിൽ നിൽക്കുമെന്നറിയോ? കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കും. അത് തിരിച്ചറിയണം. അവിടെ ചെന്ന് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ, നമ്മളെ തീയിലൂടെ ശോധന കഴിക്കുമ്പോഴേ അറിയത്തുള്ളൂ ഏതൊക്കെയായിരുന്നു നല്ലതായിരുന്നു ചീത്തയായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും കേട്ട് ചെവിക്ക് രസമുള്ളത് കേട്ടിട്ട് പൊക്കളയരുത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ദൈവസഭയിൽ ഗൗരവമായിട്ട് തന്നെ ഇരിക്കണം. ഇച്ചിരി ഒന്ന് റിലാക്സ് ആയിരിക്കാൻ പറ്റത്തില്ലെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞതിനകത്തിലെ ആശയം. ഞാൻ പറയുന്നത് എനിക്കൊറ്റക്കാര്യമുള്ളൂ, കർത്താവെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെ ചതിക്കരുതേ കർത്താവെ. ഞാൻ എൻ്റെ മമ്മി ഒരു മർത്തവ വിശ്വാസത്തിലാണ്, നിങ്ങൾക്ക് എല്ലാവരും അറിയാമല്ലോ. ഞാൻ പാസ്റ്ററാവാൻ വേണ്ടിയൊക്കെ ഇറങ്ങി തിരിച്ചപ്പം മമ്മി എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം ഒന്നെന്നറിയോ? മോനെ, എനിക്കറിയത്തില്ല മമ്മിക്ക് എങ്ങനെ ഇത് പറയാനൊക്കെ അറിഞ്ഞെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞു, മോനെ, നീ ഈ പുൾപിറ്റ് എന്തിനു ഉപയോഗിക്കരുതെന്നറിയാവോ? ആരെയും കുത്താൻ വേണ്ടി എന്ത് ചെയ്യരുത്. അപ്പൊ അതിൻ്റെ അർത്ഥം മമ്മിക്ക് ഇതൊക്കെ ഒത്തിരി എന്ത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മമ്മി ഈ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് പറഞ്ഞാൽ, മോനെ നീ എന്തിനു ഉപയോഗിക്കരുത്, മനസ്സിലായി എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവരെ നമ്മൾ ചതിക്കരുത്. ഹലോ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചതിച്ചുകൊണ്ട് എത്ര നാൾ ജീവിക്കാൻ പറ്റും? പറഞ്ഞേ ഒന്ന് സംസാരിച്ച്. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ ഏറ്റവും വേണ്ടപ്പെട്ടവരല്ലേ? നമ്മളവരെ ചതിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമോ? അങ്ങനെയാണെങ്കിൽ ചർച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ 2ാമത്തെ ഫാമിലിയാണ്. അവരെ ചതിച്ചിട്ട് ദൈവത്തിൽ നിന്ന് നീതി മേടിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണോ? നിങ്ങൾ ഒരു ചെറിയ പ്രബോധനവേ പറയാൻ നിങ്ങൾക്ക് നടന്നുള്ളെങ്കിലും നിങ്ങളുടെ ലൈഫിൻ്റെ ഉള്ളിൽ നിന്ന് വേണം പറയാൻ. കേൾക്കുന്നുണ്ടോ? കേൾക്കണേ സഹോദരിമാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അവസരമുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾക്ക് അവസരമുണ്ട്. ഞാൻ നിങ്ങൾ എന്നെക്കാളും നന്നാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന അവസരം നമ്മൾ എങ്ങനെ പറയണമെന്നറിയാവോ? ജീവിച്ചിട്ട് വന്ന് പറയാൻ ശ്രമിക്കണം. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ അകത്തൊരുത്തനൊരു മാനസാന്തരം ഉണ്ടായിരിക്കും. അവൻ പറയും, നിങ്ങളുടെ ഇടയിലുള്ള ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? ജീവിക്കുന്ന ദൈവമാണ്. ദാനിയേലിന്റെ ജീവിതം നമുക്കറിയല്ലേ? നെബൂഖദ്നേസർ ദാനിയേൽ ഇതങ്ങോട്ട് വിവരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ എന്നറിയോ? അവന്റെ മുമ്പിൽ നെടുമ്പാട് വീണിട്ട് പറയുക, എടാ മോനെ, നിന്റെ ദൈവമാ ഏറ്റവും വലിയ ദൈവം എന്ന് ഞാൻ അറിയുന്നു. ഹലോ, ഉസിയ രാജാവിന്റെ കാലഘട്ടത്തിൽ യെശയ്യാവ് ഒരു ദർശനം കണ്ടു. എന്തോ കണ്ടെന്നറിയോ? ഉയർന്നും പൊങ്ങിയുള്ള വലിയൊരു സിംഹാസനം, വലിയൊരു ഇത് കാണുക. അപ്പോഴത്തേക്ക് അവിടെ വല്ലാത്തൊരവസ്ഥ, ഇവിടെ യെശയ്യാവ് കടന്നു പോവുക. യെശയ്യാവിനെ ആ സിംഹാസനം കാണിച്ചതിനകത്തിലെ അർത്ഥം എന്താണെന്നറിയോ? ഉയർന്നും പൊങ്ങിയുള്ളൊരു സിംഹാസനം കാണിക്കുക. യെശയ്യാവ് വിചാരിച്ചത് രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിയുമ്പം എൻ്റെ കാര്യം എന്തായി തീരുമെന്നാണ് തീരുമാനിക്കുന്നത്. ഹലോ, നിങ്ങൾക്കൊക്കെ ഓഫീസിൽ സ്നേഹമുള്ള നിങ്ങളുടെ ഉയർന്ന ഓഫീസർമാരില്ലേ? അച്ഛൻ്റെ ഓഫീസറെ എനിക്കറിയാം, കാരണം ഞാൻ ഒത്തിരി നാളായിട്ട് കേൾക്കുന്ന. അപ്പം അച്ഛനോട് ഞാൻ പേഴ്സണലി ചോദിച്ചു നോക്കുമോ? നമുക്കറിയാം, നമുക്ക് ഒത്തിരി ന്യായമായ കാര്യം ചെയ്തു തന്നിട്ടുള്ള ആളാണ്. നമ്മൾ അവർക്ക് എങ്ങനെയും
കോവിഡിൻ്റെ സമയത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, എങ്ങനെയും പുള്ളിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ്റെ ജീവൻ കളഞ്ഞു ഓടുമായിരുന്നു. കാരണം എന്താ വെച്ചാൽ നീതിയോടെ എന്തെങ്കിലും ലഭിക്കുന്നൊരു ആരാ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയുള്ള നമ്മുടെ മോളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ, നമ്മൾ അവരെ പ്രതീക്ഷിച്ചിരിക്കുക. പക്ഷേ ദൈവം ചില സമയത്തുണ്ടല്ലോ നമ്മളെ ഷിഫ്റ്റ് ചെയ്ത് കളയും. നമുക്ക് പരിചയമില്ലാത്തൊരു ബോസിനെ ചിലപ്പോൾ കൊണ്ടുവെക്കും. ഹലോ, നമ്മൾക്കുള്ള അവകാശമൊക്കെ എടുത്തു മാറ്റി നമ്മുടെ അവസ്ഥ താഴോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയിലുള്ള ബോസ് ചിലപ്പം വരും. മനസ്സിലായോ? ഇതേ ഒരു അന്തരീക്ഷത്തിൽ യെശയ്യാവ് ഇരിക്കുക. യെശയ്യാവ് അങ്ങനെ ഇരിക്കുന്നേ, ഉയർന്നും പൊങ്ങിയുള്ളൊരു സിംഹാസനം യെശയ്യാവിനെ കാണിക്കുക. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ എന്ന് വെച്ചാൽ ഉസിയാവിൻ്റെ കാലത്ത് യെശയ്യാവ് കുറച്ചുകൂടെ പ്രൗഢഗംഭീരമായിട്ടൊക്കെ നടന്ന ഹമ്പയോ. ഇനി ഒരാൾ വന്നാൽ എന്തോ ആയി തീരുമെന്ന് ആകെ ചിന്തിച്ച് പരിഭ്രാന്തപ്പെട്ടിരിക്കുന്ന സമയത്ത് ദൈവം യെശയ്യാവിന് കാണിച്ച ദർശനം എന്താണെന്നറിയോ? ഉയർന്നും പൊങ്ങിയുള്ളൊരു സിംഹാസനം. എന്താ അർത്ഥം എന്നറിയാവോ? ഏത് രാജാക്കന്മാർ മാറിയാലും അവരുടെയൊക്കെ സിംഹാസനത്തിന് മുകളിലാണ് യെശയ്യാവെ നീ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ സിംഹാസനം എന്ന് അതിൻ്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മുടെ മുകളിലുള്ളവരെ നമ്മൾ ബഹുമാനിക്കല്ലെന്ന് അല്ല. വേദപുസ്തകം പറയുന്നു, ഭരിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? ഭരിക്കുന്നവരെ നമ്മൾ ഭയത്തോടും സ്നേഹത്തോടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. വേദപുസ്തകം വായിക്കാത്തതുകൊണ്ടാണ് നമ്മൾ തെറ്റിദ്ധരിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നത്. നമ്മളൊക്കെ എന്തെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലരെ എടുത്ത് എന്ത് ചെയ്യണമേ? മാറ്റണം. സത്യത്തിൽ പ്രിയരെ, ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. കേൾക്കുന്നുണ്ടോ വല്ലോ? എവിടാണോ സഭയ്ക്ക് കൂടുതൽ പീഡനം വന്നേ അവിടെ ആ സഭ മൊത്തം വളർന്നേക്കുന്നത്. ബീഹാറിൽ എന്നെ വിഷയമായിരുന്നു. ഇപ്പം എൻ്റെ അറിവിൽ ഞാനൊരു 5-6 വർഷത്തിന് മുമ്പ് തോന്നുന്നു എബി പാസ്വേഡ് അന്നേരം അങ്ങോട്ട് 2000 സഭ അവർക്ക് തന്നെ ഉണ്ട്. ഹലോ, എവിടെയാണോ പീഡനം കൂടുന്നത് അവിടെയാണ് സഭ വർദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. എവിടെയാണോ സഭ നമ്മളെപ്പോലെ ഇങ്ങനെ സുഖിച്ചൊക്കെ ഇരിക്കുന്നത് അവിടെ അങ്ങനെ ഇരുന്ന് പോത്തേ ഉള്ളൂ, ഒരിക്കലും ഒരു വർധന ഉണ്ടാവത്തില്ല. മനസ്സിലായോ? നമുക്ക് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മുടെ എന്തിന് വ്യത്യാസം വരുമെന്നറിയാവോ? നമ്മുടെ വാക്കുകൾക്ക് വ്യത്യാസം വരും, നമ്മുടെ ആഗ്രഹത്തിന് വ്യത്യാസം വരും, നമ്മുടെ പ്രാർത്ഥനാ ശൈലിക്ക് വ്യത്യാസം വരും, നമ്മുടെ ദാഹത്തിന് വ്യത്യാസം വരും. ദൈവം അതിനുള്ള സാഹചര്യങ്ങളെ ഉണ്ടാക്കുമ്പം അതൊരിക്കലും തെറ്റാന്ന് വിചാരിക്കല്ല്. അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തുള്ള കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? അന്ത്യകാലം അടുത്തു വരുമ്പോൾ, ലോക അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിട്ട് മാറുമെന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. പിന്നെ ആ ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ചിന്തയിലേക്ക് വരാം. ഒന്ന് വായിച്ചട്ടെ. 2 തിമോത്തിയോസ് 2 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് 1 ഓൺവേർഡ്സ് ഒന്ന് വായിച്ചട്ടെ. 2 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് 1 ഓൺവേർഡ്സ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. നമ്മൾ വായിക്കുന്നത് 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുകയാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അന്ത്യകാലത്ത് എന്തോ വരുമെന്ന ദുർഘട സമയം. നിങ്ങളും ഒക്കെ നമ്മളെല്ലാവരും കേട്ടോണ്ടിരിക്കുന്ന എന്തോ അന്ത്യകാലാവുമ്പോ എന്തോ വരുമെന്ന കർത്താവ് വരുമെന്ന് നമുക്കറിയാം. എങ്കിലും ആത്മീയ അന്തരീക്ഷത്തിനകത്ത് നമ്മളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്തോ അന്ത്യകാലം എന്തോ വരുന്ന വലിയ റിവൈവൽ വരുമെന്ന്, ഉണർവ് വരുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആണോ അല്ലയോ എന്ന് പറഞ്ഞ് റെസ്പോണ്ട് ചെയ്തേ നിങ്ങൾ. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ഈ പട്ടണത്തിനെങ്ങാണ് ഒരു ഉണർവ് വന്നാൽ അതിൽ എന്നെ ആരാക്കി തീർക്കണേ, ഒരു ഭാഗവാക്കാക്കി ദൈവം തീർക്കണമേ. പക്ഷേ വേദപുസ്തകം പറയാം, അന്ത്യകാലം ആവുമ്പോഴത്തേക്ക് എന്തോ ഉണ്ടാവുമെന്നറിയാവോ? ദുർഘട സമയങ്ങൾ വരും. നമുക്ക് എങ്ങനെ വ്യക്തികളെ തിരിച്ചറിയാൻ പറ്റുന്നേ? അടുത്ത വാക്യം വായിച്ചേ. മനുഷ്യർ സ്വസ്നേഹികളും. മനുഷ്യൻ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്തോ ആയി തീരുമെന്നറിയാവോ? സ്വസ്നേഹികളും. ചർച്ചിനകത്തിരിക്കുന്ന എല്ലാവരും കേൾക്കുന്നുണ്ടോ? നമ്മളിവിടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മുടെ പ്രാർത്ഥന. ബ്ലസ് മൈ മമ്മി, ബ്ലസ് മൈ പപ്പ, ബ്ലസ് മൈ മമ്മി, ബ്ലസ് മൈ എന്ത് പറഞ്ഞേ അവരുടെ സിസ്റ്റർ ബ്രദർ, ആമേൻ, കഴിഞ്ഞു. വേറെ പുറം ലോകമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. നമുക്കൊറ്റ കാര്യമേ ഉള്ളൂ. എന്തു വന്നാലും നമ്മൾ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യും. ഒരു സ്ഥലത്ത് ഈ കൽമഴ പെയ്തപ്പോൾ ഇപ്പുറത്ത് എൻ്റെ ജനത്തെ എന്ത് ചെയ്തവരാ? ഹലോ, ബാക്കിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ തരാം. മനസ്സിലാവുന്നുണ്ടോ? അന്ത്യകാലമാകുമ്പോൾ മനുഷ്യന്റെ പ്രത്യേകത എന്തോന്ന് ചോദിച്ചാൽ സ്വസ്നേഹികൾ. അവൻ്റെ അർത്ഥം ഞാനെന്ന് പറഞ്ഞോട്ടെ. ഇന്ന് ദൈവസഭയ്ക്കകത്തിലെ മറ്റൊരു വിഷയം എന്തോന്ന് ചോദിച്ചാൽ ദൈവസ്നേഹമില്ല. ഹലോ, ആരോട് സ്നേഹമില്ലെന്നാ? പരസ്പര സ്നേഹമില്ലെന്നുള്ള കാര്യം പോട്ടെ. ആരോട് സ്നേഹമില്ല? ദൈവസ്നേഹമില്ല. മനസ്സിലാവുന്നുണ്ടോ? ദൈവസ്നേഹമില്ല. ഈ ദൈവസ്നേഹം ഇല്ലാത്തതുകൊണ്ടുള്ള കുഴപ്പമെന്നറിയോ? നമ്മുടെ ഇടയിൽ പരിശുദ്ധാത്മാവിന് പരിവർത്തിക്കാനായിട്ട് പറ്റുന്നില്ല. സ്നേഹമില്ല, അന്യോന്യം.
അന്യോന്യം എന്തോ ഇല്ല, ഒരു സ്നേഹം ഇല്ലാതായിരിക്കുന്നു. എങ്ങനെയാ സ്നേഹം ഉണ്ടെന്ന് അറിയുന്നത്? സ്നേഹം ഉണ്ടെന്ന് അറിയുന്നത് എങ്ങനെ? മൊബൈലിൽ കൂടെ ഒത്തിരി നല്ല ഇമോജികൾ അയക്കുമ്പോഴോ? നമ്മളൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിരിക്കുക. ആരെങ്കിലും കയ്യും കാലും ഒരു തമ്പും കാണിക്കുന്നവരാ വലിയ സ്നേഹമുള്ളവരെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, 350 രൂപ അല്ലെ 250 രൂപ എടുക്കാമെങ്കിൽ നെറ്റ് ഫ്രീയാ. 2 ഇമോജി അയക്കാനാണോ പാട്? എനിക്കറിയാം, ഇതൊന്നും നിങ്ങൾ ഇനി 2 ആഴ്ചത്തേക്ക് എന്നെ സഹിക്കണ്ട. 2 ആഴ്ചത്തേക്ക് വേറെ ദിവസം വരാം. അപ്പോൾ പോകുന്നതിന് മുമ്പ് 2 ആഴ്ചത്തേക്കുള്ള ഡോസ് എന്ത് ചെയ്യുക? നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി. സത്യത്തിൽ സ്നേഹിക്കുന്നവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി. അതിൻ്റെ കുഴപ്പം എന്താണെന്നറിയോ? നമ്മൾ ആ ആത്മാവുമായിട്ട് നമുക്ക് ചേരാൻ പറ്റുന്നില്ല. നിങ്ങൾ നോക്കിക്കേ, ആത്മീയന്മാരോട് മാത്രമേ ആത്മീയർക്ക് ചേരാൻ പറ്റത്തുള്ളൂ. അതങ്ങനെ കർത്താവ് പറഞ്ഞില്ലേ, പച്ച മരത്തോട് ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഉണങ്ങിയതിനോട് പറഞ്ഞേ. നമ്മുടെ ഓഫീസിലോ നമ്മുടെ ഭവനത്തിലോ നമ്മുടെ വീട്ടിലോ എന്തെങ്കിലും ഒരു പ്രത്യേകതമായി നമുക്ക് സംഭവിച്ചാൽ നിങ്ങൾ ഭാരപ്പെട്ടൊന്നും പോകണ്ട. നമുക്ക് മുന്നമേ ക്രിസ്തു നടന്നുപോയ വഴിയിലൂടാണ് നമ്മളെ അവൻ യാത്ര ചെയ്യാനായിട്ട് പറയുന്നത്. അല്ലോ നോക്കിക്കേ, നമ്മളെ അങ്ങനെ ദൈവം കടത്തിവിടുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കടത്തിവിടുക. മനുഷ്യൻ എന്തുവായി തീരുമെന്നാ പറഞ്ഞേ? സ്വസ്നേഹികളായി തീരും. വേറെ ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. എന്തിന്? സ്വന്തം മാതാപിതാക്കളോടും മക്കളോടും പോലും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ലോകത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുക. നേരത്തെ തന്നെ വേദപുസ്തകം എഴുതി വെച്ചു, പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ മറന്നു കളയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ആരെങ്കിലും ഒരു ലോൺലിനെസ് ഇതിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നെങ്കിൽ, കുടുംബം ഉള്ളപ്പോൾ തന്നെ, സഭയുള്ളപ്പോൾ തന്നെ, മാതാപിതാക്കളുള്ളപ്പോൾ തന്നെ, കുഞ്ഞുങ്ങളുള്ളപ്പോൾ തന്നെ ആരെങ്കിലും ഒരു ഏകാന്തത അനുഭവിക്കുന്നെങ്കിൽ ഞാൻ വചനത്തിൻ്റെ മേൽ വിളിച്ചു പറയട്ടെ, ദൈവം നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അവൻ നിന്നെ വിളിച്ചപ്പോഴേ നിന്റെ അന്ത്യം വരെയും കാക്കാമെന്ന് പറഞ്ഞ ദൈവം, മരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്കാമെന്നാണ് എഴുതിയിരിക്കുന്നത്. ചുമക്കാമെന്ന് പറഞ്ഞാൽ നിന്റെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും അവന് ഗൗരവമുള്ള വിഷയമാണ്. കേൾക്കുന്നുണ്ടോ? ഒരു വ്യക്തി പ്രാർത്ഥിച്ച് പറഞ്ഞു, കർത്താവേ നീ എന്തുകൊണ്ട് എൻ്റെ കൂടെ നടക്കുന്നില്ല? ദൈവം പറഞ്ഞു, എന്തുകൊണ്ട് നടക്കാതിരുന്നത്? എന്താ ഇത്രയും നേരം ഞാനല്ലേ നിന്റെ കൂടെ നടന്നത്? അല്ല, നോക്കിക്കേ, നമ്മൾ നടന്നു വരുമ്പോൾ 4 കാൽപാദങ്ങളാണല്ലോ കണ്ടോണ്ടിരുന്നത്. പെട്ടെന്ന് 2 കാൽപാദമായി പോയല്ലോ. അപ്പം ആ ദൈവം അവനോട് പറഞ്ഞ മോനെ, ഇപ്പം നീ ഈ കണ്ട 2 കാൽപാദം ആരുടെയാണെന്നറിയോ? എൻ്റെയാ. ഞാൻ നിന്നെ എടുത്തുകൊണ്ട് യാത്ര ചെയ്യായിരുന്നു. നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. കർത്താവേ, ജീവിതത്തിൽ ഡ്രൈനസ് ഉണ്ടാവും കേട്ടോ പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥിക്കുമ്പം ചിലപ്പോൾ വാക്ക് കിട്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ചിലപ്പോൾ അങ്ങോട്ട് കണക്റ്റ് ആവാൻ പറ്റത്തില്ല നമുക്ക്. ചിലപ്പോൾ 1 മിനിറ്റ് 1 മണിക്കൂർ പോലെ ചിലപ്പോൾ തോന്നിയെന്നിരുന്നേക്കാം. റീസൺ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. യേശുവും തൻ്റെ മാതാപിതാക്കളുടെ ദേവാലയത്തിലേക്ക് യാത്ര ചെയ്തപ്പോൾ ചില സമയത്തിന് ശേഷമാണ് യോസഫും മറിയയും തിരിച്ചറിഞ്ഞത് യേശു കൂടില്ലെന്ന്. അവർ ചെയ്തത് എന്താണെന്നറിയാവോ? എപ്പോൾ യേശു കൂടില്ലെന്ന് തിരിച്ചറിഞ്ഞോ അപ്പോഴവർ തിരിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങി. നമ്മുടെ സാന്നിധ്യത്തിന് കുറവാണെന്ന് മനസ്സിലായാൽ തിരിച്ച് പഴയ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരേണ്ട ആവശ്യമുണ്ട് നമ്മൾ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഈ മെസ്സേജ് പറയുമ്പം ഇനി 4 സ്പീക്കറോടെ വെച്ചാലും ആത്മസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചോദിക്കണം, കർത്താവേ, വ്യക്തിപരമായ ജീവിതത്തിൽ കപടം കയറി, പാപം കയറി, എവിടെയാണ് എൻ്റെ മനസ്സ് തഴമ്പിച്ചിരിക്കുന്ന അവസ്ഥ? അതിൽ നിന്ന് നീ ഒരു വ്യത്യാസം എനിക്ക് തരണം കർത്താവേ. പ്രിയരെ, ഒന്ന് നേരെയായിട്ട് ഇറങ്ങിപ്പോയേ. എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ. ഈ ആത്മസാന്നിധ്യമൊക്കെ അനുഭവിച്ചിട്ട് അങ്ങോട്ട് പോയാൽ നമ്മളെന്തോ വലിയ മിലിറ്ററിക്കാരൻ പോകുന്ന പോലെ ഇറങ്ങിപ്പോകുന്നത്. കാരണം നമുക്ക് ഒന്നുമല്ല നമ്മളെന്നറിയാം. എങ്കിലും ഈ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയും ബന്ധമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തോ വലിയ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പോകുന്ന പോലുള്ളൊരു ഭാവമാണ് നമുക്ക്. എന്താന്ന് ചോദിച്ചാൽ, നമുക്കുറപ്പാണ് അവരുടെ കൂടെ ഉള്ളതിനേക്കാൾ വലിയവനാണ് എൻ്റെ കൂടെ ഉള്ളത്. നിനക്കതില്ലാത്തതിൻ്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, നിന്റെ മനസാക്ഷി മലിനപ്പെട്ടിരിക്കുന്നു. ഏറ്റുപറയുക, 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 ഉപേക്ഷിക്കുക, ശുഭം വരുമെന്ന് വചനത്തിൽ വായിക്കുന്നു. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്ത് നോക്കിക്കേ, ആരാധിക്കാനുള്ളവരെ ദൈവം ഉറപ്പായിട്ടും ദൈവം ചർച്ചയിൽ കൊണ്ടുവരും. പാപത്തിന് ഒഴിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ചർച്ചയാണോ നിങ്ങളുടെ ചർച്ചെങ്കിൽ, പാപത്തിൽ രസിക്കാൻ താല്പര്യമില്ലാത്തവരെ ദൈവം ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവരും. അല്ല, നിങ്ങൾ പാപത്തിൽ രസിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നവരും അങ്ങനെയുള്ളവരായിരിക്കും. മനസ്സിലായോ?
നമ്മൾ കാണുന്നുണ്ട്, സഹോദരനുമായിട്ട് വിഷയം ഉണ്ടാക്കി ലാബാന്റെ വീട്ടിലേക്ക് ഓടിപ്പോയ ഒരുത്തനെ നമുക്കറിയാം. മനസ്സിലായോ? സ്വന്തം സഹോദരന് വിഷയം ഉണ്ടാക്കിയിട്ട് എവിടെ പോയതാ? ലാബാന്റെ വീട്ടിലോട്ട് ഓടിച്ചെന്നാ. അവിടെ ചെന്നപ്പോ ഇവനേക്കാളും വലിയ കള്ളൻ ആര്? ലാബാൻ. ഹലോ, ചിലതിലൊക്കെ പോയി നമ്മൾ വിഷയപ്പെട്ടിരിക്കുന്നറിയോ? നമ്മൾ അതിനേക്കാളും വലിയ ആളുടെ കയ്യിൽ പോയി പെട്ടാലേ നമ്മൾ അനുസരണം പഠിക്കത്തുള്ളൂ എന്ന് ദൈവത്തിനറിയാം. ഒന്നും തോന്നല്ലേ എന്നോട്. എവിടെങ്കിലും ഞാൻ ഓഫീസിൽ, വീട്ടിൽ, വ്യക്തിജീവിതങ്ങളിൽ എവിടെങ്കിലും ഞാൻ പരാജയപ്പെടുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമ്മർദ്ദം ഞാൻ അനുഭവിക്കുന്നെങ്കിൽ, മനസ്സിലായോ, എന്നെ എവിടെ കൊണ്ടാക്കി എൻ്റെ മുട്ടുമടക്കണമെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഹലോ, നമ്മുടെ എല്ലാവരുടെയും വീക്ക് പോയിന്റ് എന്തുവാന്ന് ദൈവത്തിന് അറിയാം. കുടുംബമായിട്ടുള്ളവരുടെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് എന്തെന്നറിയോ? കുഞ്ഞുങ്ങളാ. കേൾക്കുന്നുണ്ടോ? ഞാൻ റെൻസിയോട് എന്നും പറ, റെൻസി, കുഞ്ഞുങ്ങൾ നമ്മുടെ വീക്ക് പോയിന്റ് ഒന്നും എന്ത് ചെയ്യരുത്. ആദ്യം ഭാര്യ, ഭർത്താവും, പിന്നെ തലമുറകൾ. എവിടെ കുടുംബത്തിൽ അത് മാറുന്നോ കുടുംബജീവിതം തകരും. കേൾക്കുന്നുണ്ടോ? ഭാര്യയും ഭർത്താവും, ഭർത്താവും ഭാര്യയാണ് ദൈവം ആദ്യം വെച്ചിരിക്കുന്ന ബന്ധം. അത് കഴിഞ്ഞിട്ടേ ഉള്ളു എങ്ങോട്ടുള്ള ബന്ധം. പറഞ്ഞേ, മിണ്ടാതിരിക്കരുതേ പ്രിയരെ. ദൈവവചനത്തിന്റെ അടിസ്ഥാനമാണ് ഞാൻ പറയുന്നേ. നമുക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ട ബന്ധം എവിടാന്നറിയോ? ഭാര്യയും ഭർത്താവും. അതിന്നാണ് എന്ത് വരണ്ടേ? നമുക്ക് കുഞ്ഞുങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ആരെ എന്ത് ചെയ്ത് കളയരുത്? ദൈവം നമുക്ക് ചേർത്തിരിക്കുന്നവരെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? രണ്ടാം സ്ഥാനത്തേക്ക് തള്ളി മാറ്റരുത്. കേൾക്കുന്നുണ്ടോ? അതൊരു ആത്മീയരെപ്പോഴും തിരിച്ചറിഞ്ഞോണം. കാരണം നിങ്ങൾ ഐക്യമത്യപ്പെടുന്നിടത്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ശുശ്രൂഷയിലായിരിക്കുന്ന ഞാൻ ഓപ്പണായിട്ട് പറയട്ടെ, ഈ ശുശ്രൂഷ എന്തെങ്കിലും പ്രയോജനപ്പെടണമെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഞങ്ങൾ ഒരുപോലെ ആയിരിക്കണം. ഹലോ, ഇവിടെ വന്ന് ഞാൻ സ്റ്റേജ് പൊളിച്ചാൽ ദൈവസന്നിധി ഇറങ്ങത്തില്ല. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ അന്യോന്യം ചതിക്കാതെ ക്ഷമിച്ച് ദൈവകൃപയിൽ നിന്നിട്ട് പറഞ്ഞാലേ ദൈവം ശ്രദ്ധിക്കത്തു പോലും ഉള്ളെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തിനാ? പ്രവർത്തിക്കുന്ന കാര്യം പിന്നല്ലേ, ചെവി തന്നൊന്ന് കേൾക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ക്ലിയർ ചെയ്യാനുള്ളിടത്തെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യണം. ആര് പ്രാർത്ഥിച്ചാലും വിഷയത്തിന് മറുപടി ഇല്ലെങ്കിൽ നീ ക്ലിയർ ചെയ്തിട്ട് നീ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കോ, ദൈവത്തിന്റെ പ്രവൃത്തിയോടെ വെളിപ്പെടും. ദൈവത്തിന്റെ പൈതൽ താഴോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ദൈവമല്ല. നിന്നെ എന്തോ എഴുതിയിരിക്കുന്നേ? അവൻ നിന്റെ കൈ പിടിച്ച് ഉയർത്താൻ ശ്രമിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നല്ലതായിട്ട് ആത്മീയത മുമ്പോട്ട് പോയത് ആരാന്നറിയോ? നല്ല കുടുംബജീവിതം കെട്ടിപ്പടുത്താൻ പറ്റുന്നവരാ. അവന് ബൈബിൾ എന്തോ എഴുതിയിരിക്കുന്നേ? യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. അടുത്തത്, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം സാധാരണ ഒരു കാര്യമാണ് നമ്മൾ ഭവനം വായനയ്ക്കൊക്കെ അല്ലെങ്കിൽ ഭവന പ്രതിഷ്ഠയ്ക്കൊക്കെ പോയി പറയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മുടെ ഭവനത്തെ പേഴ്സണലായിട്ടുള്ള നമ്മുടെ ലൈഫിനെ ഒന്ന് നോക്കണം. ഇവിടുത്തെ വിഷയം കണ്ടോ? അന്ത്യകാലമാകുമ്പോഴത്തേക്ക് എന്തോ വരുമെന്നറിയോ? മനുഷ്യൻ സ്വസ്നേഹികളായി മാറും. ദൈവം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നപ്പോൾ അവരോട് എന്താ പറഞ്ഞറിയോ? നിങ്ങൾ ആദ്യ സ്നേഹത്തിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? വിട്ടുപോയിരിക്കുന്നു. പ്രിയരെ നോക്കി നമ്മളും ചിന്തിച്ചു. ഞാൻ എന്നെ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, നമ്മൾ ആദ്യമായിട്ട് രക്ഷയിലേക്കോ അഭിഷേകത്തിലേക്കും ദൈവകൃപയിലേക്കോ വന്നപ്പം നമ്മുടെ ആ കമ്മിറ്റ്മെന്റ്, സ്നേഹം എന്തുവായിരുന്നു ദൈവത്തോട്? ഒന്ന് നോക്കിയോ, ചിന്തിച്ചേ. ഇപ്പോഴും നമ്മൾ ദൈവത്തെയാണോ പിൻപറ്റുന്നത്? അതെ, ഇപ്പോഴും നമ്മൾ യേശുവിനെയാണ് പിൻപറ്റുന്നത്. ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ട്. ആരാധിക്കുന്നുണ്ടോ? ഉണ്ട്. അന്യഭാഷ പറയുന്നുണ്ടോ? ഉണ്ട്. പുതിയ വലിയ വ്യക്തികളോട് സുവിശേഷം പറയുന്നുണ്ടോ? ഉണ്ട്. എന്നോട് ചോദിച്ചാൽ എല്ലാ ആഴ്ചയും മെസ്സേജ് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ ആ എരിവുണ്ടോ? ആ സ്നേഹമുണ്ടോ? നമുക്ക് ആ സ്നേഹം എന്ത് ചെയ്യണമെന്ന് എഴുതിയിരിക്കുന്നറിയോ? സ്നേഹം വർദ്ധിച്ചു വരണം. ആ ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചെത്തേണ്ട ആവശ്യമുണ്ട്. ദൈവസഭയ്ക്കകത്തിൽ എവിടെയെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ സ്നേഹം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, പുറത്തോ ആരാധിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം അതായിരിക്കാം. സ്നേഹമായ ദൈവമായിട്ടുള്ള ബന്ധം കറക്റ്റ് ആവുന്നില്ല. പ്രാർത്ഥിക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ്. ദൈവമായിട്ടുള്ള ബന്ധം നമ്മുടെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾക്ക് ദൈവവചനം കേട്ടിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത എന്താണെന്നറിയോ? നമ്മുടെ ആ ബന്ധം ദൈവമായിട്ട് ശരിയാവുന്നില്ല. ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും താൽക്കാലികമായിട്ട് നിലനിൽക്കുന്നതായ ഒരു ദൈവപ്രവൃത്തിയിലേക്ക് ദൈവം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചിരിക്കുന്നത്. ഗൗരവം മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ പാടുന്നുണ്ട്, ലോകത്തെ സ്നേഹിപ്പാൻ ഞാനിനിയും പോകും. പാടുന്ന നമ്മൾ മിക്ക
തിരുമേശയ്ക്ക് മുമ്പിൽ നമ്മൾ പാടും, ലോകത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ. നമ്മളെല്ലാവരും ഒരു പക്ഷേ ചർച്ചിനകത്തിരിക്കുമായിരുന്നുണ്ടല്ലോ, ഉറപ്പായിട്ട് നിത്യതയിലെത്തിയാണ്. കാരണം എപ്പോഴും പാട്ട്, പ്രാർത്ഥന, ആത്മീയരെ മാത്രം കാണുന്നു, അന്യഭാഷ പറയുന്നു, പ്രൈസ് ലോർഡ് പറയുന്നു. പക്ഷെ ചർച്ച് എപ്പോഴും നമ്മൾ ഇരിക്കുമല്ല. ചർച്ചിൽ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ലോകത്തോട്ട് ഇറങ്ങുക. വേദപുസ്തകം പറഞ്ഞ് ലോകക്കാരെ വിട്ട് പോകാൻ പറ്റും. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ലോകം വിട്ട് പോകേണ്ടി വരും. നമ്മൾ ഇടപെടുന്നിടത്ത് എല്ലാം ഉണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു, എടാ വരണം വൈകിട്ട്. ഞാൻ പറഞ്ഞു എവിടാ വരണ്ടേ? 7 മണിയാകുമ്പോഴത്തേക്കാണ്. നമ്മൾ 7 മണിക്ക് ചർച്ചിൽ പ്രയർ ഉണ്ട്. അങ്ങനെ ഒരു കാര്യം 6 മണിയാകുമ്പോഴത്തേക്കുവാ ഒരു ഫുഡ് ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് ചെയ്യുക, ക്രമീകരിച്ചിരിക്കുക. അതെവിടാന്നറിയോ? റെസ്റ്റോറൻറ്റാ. പക്ഷേ ആ റെസ്റ്റോറൻറ്റ് ബാർ വിത്ത് റെസ്റ്റോറൻറ്റാ. ഫുഡ് കഴിക്കുന്നത് തെറ്റാണോ? തെറ്റൊന്നുമല്ല, ബാർ അവിടെ നടന്നോട്ടെ. പക്ഷേ നിനക്ക് കയറാൻ പറ്റുന്നിടത്ത് നിൽക്കുക പ്ലീസ്. നമ്മൾ സീരിയസ് അല്ല പലപ്പോഴും. നമ്മൾ നല്ല ഫോൺ മേടിക്കുന്നതിൽ സീരിയസ് ആണ് അല്ലേ? ഡ്രസ്സ് മേടിക്കുന്നതിൽ നമ്മൾ സീരിയസ് ആണ്. ഒരു ചെറിയ ഡോട്ട് മാറിയേ നമ്മളത് മേടിക്കത്തില്ല. പക്ഷേ ദൈവം പറയുന്ന കാര്യങ്ങളോട് നമ്മൾ സീരിയസ് അല്ല. അത് കുഴപ്പമെന്നറിയോ? നമുക്കറിയാം ഇന്നൊന്നും അത് ചെയ്തില്ലേലും ദൈവം പെട്ടെന്ന് തീയൊന്നും ഇറക്കി എന്നെ എന്ത് ചെയ്യത്തില്ല. പറഞ്ഞേ, നമ്മുടെ പല പാപത്തിൻ്റെയും കാരണം എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ ശിക്ഷ താമസിക്കുമെന്നുള്ള നമ്മുടെ ഒരു ബോധമാണ്. ഹലോ, നമുക്കൊരു ബോധം നമ്മളെ എല്ലാവരെയും ഭരിക്കുന്നുണ്ട്. ഇതൊന്നും ചെയ്താൽ കർത്താവ് എന്ത് ചെയ്യത്തില്ല. പ്രിയരെ, ദൈവം ക്ഷമിക്കുമോ? ക്ഷമിക്കും. കർത്താവ് പറഞ്ഞു, നീ നിന്റെ കൂട്ടുകാരനോട് എത്ര ക്ഷമിക്കണം? ഇന്നലെ ഞാൻ എൻ്റെ ആൻറ്റിയോട് സംസാരിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു, മോനെ ഞാൻ 100 പ്രാവശ്യം ക്ഷമിച്ചടാ, ഇനി ഞാൻ ക്ഷമിക്കത്തില്ല. അപ്പോൾ ആൻറ്റി 30 പ്രാവശ്യം കൂടെ കൂടുതലാക്കി. ആൻറ്റിയുടെ അണ്ടർസ്റ്റാൻഡിങ്. ഇന്നലെ മോൻസിയോട് പറയുകയും ചെയ്തു, ഞാനൊന്ന് വിളിച്ചു പോയി, 1.5 മണിക്കൂർ ഞങ്ങളുടെ ചർച്ച നീണ്ടു. അതിൻ്റെ ഇടയിൽ എന്നോട് പറഞ്ഞു, ഇനി എന്താണേലും ശരി 100 പ്രാവശ്യം ഓൾറെഡി ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു. അപ്പോൾ അവരുടെ വിചാരം പണ്ടൊക്കെ ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണ്ടെന്നാ. പ്രിയരെ, നമ്മുടെ ജീവിതമേ ക്ഷമയാണ്. ഈ ഞങ്ങൾ ദൈവദാസന്മാരായിട്ട് ഞങ്ങൾക്കറിയാം ഒത്തിരി കാര്യങ്ങൾ. പലരെയും പഠിച്ചപ്പം മനസ്സിലായ ഒരു കാര്യം എന്നറിയോ? അവരുടെ റൂട്ട് എന്താണെന്നറിയോ? എബിൻ കൗൺസിലിംഗ് ആണല്ലോ, മനസ്സിലാവും. പലരുടെയും റൂട്ട് എന്താണെന്നറിയോ? ക്ഷമിക്കാത്ത വിഷയങ്ങൾ. ക്ഷമിക്കത്തില്ല. അവർ പറയത്തില്ലേ, എന്നെ നമ്മുടെ ഭാഷ, മലയാള ഭാഷ പറഞ്ഞാൽ ഇനി മുറിച്ചിട്ട് എന്ത് ചെയ്യത്തില്ല. പ്രിയരെ, ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് തടസ്സമാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കണം, അത് എനിക്ക് മാത്രമല്ല തടസ്സം, എങ്ങോട്ടും തടസ്സമായിരിക്കും എന്നറിയോ? ക്ഷമിക്കണം. എനിക്ക് തോന്നുന്നു കുറച്ചു നാളിന് മുമ്പ് ഈ ചർച്ചയിൽ പറഞ്ഞു, വീണ്ടും ഞാൻ പറയാം, എനിക്കറിയത്തില്ല. ക്ഷമിക്കണം, 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 ക്ഷമിക്കണം. നമുക്ക് പകരത്തിന് പകരം ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ക്ഷമിച്ചേ നമുക്ക് പറ്റത്തുള്ളൂ. ഇവിടെ മനുഷ്യൻ എന്തുവായി തീരുമെന്ന് എഴുതിയേക്കുന്നേ? സ്വസ്നേഹികളെ. ഞാൻ അവസാനിപ്പിക്കും, 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഓൾറെഡി ഞാൻ ക്ഷീണിച്ചിരിക്കുക ഈ ആഴ്ച. മനുഷ്യൻ സ്വസ്നേഹികളായിരിക്കും. എന്തോ ആയിരിക്കുന്നേ? ആരോട് മാത്രം സ്നേഹമായി? സ്വന്തം കാര്യം ഇല്ലേ? സ്വന്തം കാര്യം. നമ്മൾ കാണുന്നില്ലേ, കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞിട്ട് സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ പോകുന്ന ഒരു ന്യൂസ്. നമ്മൾ താമസിക്കുന്നത് എവിടെയാണെന്ന് പോലും ചിന്തിച്ചു പോകുന്നു. എൻ്റെ ഒരു ചോദ്യം, നമ്മൾ അങ്ങനൊക്കെ ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? പ്രിയരെ, അവരെക്കാളും മോശ അവസ്ഥ ചിലപ്പോൾ ചെയ്യാനുള്ള പ്രേരണ നമ്മൾ കയറി വന്നേക്കാം. ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിന്റെ ഉള്ളിൽ നിന്നെ ആത്മാവ് അവന്റെ സ്നേഹത്താൽ ബന്ധിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ചില കെണികളിൽ നമ്മൾ പെട്ടുപോകാതെ നമ്മൾ അവരെക്കാളും മോശമായത് പ്രവർത്തിക്കായിരുന്നു. അതിൽ നിന്ന് നമ്മളെ വിടുവിച്ചിരിക്കുന്നത് അവന്റെ മഹാസ്നേഹമെന്ന് ഇന്ന് പകല് സഭ തിരിച്ചറിയാതിരിക്കരുത്. മരണം നിന്റെ മുമ്പിൽ കിടക്കുന്നെന്ന ദൂത് കേട്ടിട്ട് പോയി ജീവൻ നഷ്ടപ്പെടുത്തിയവരെ നമുക്കറിയാം ഇതിനകത്ത് നിന്ന്. അതുകൊണ്ട് ദൂത് കേട്ട് സ്തോത്രം ചെയ്തിട്ട് പോകരുത്, ഏറ്റെടുക്കണം. എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തിലുണ്ട്. അവൻ എന്നെ ജീവൻ തന്നത് ഞാനൊരു പരാജയമാവാനല്ല, ഉറപ്പായിട്ടും ഏതവസ്ഥയിൽ നിന്നും അവൻ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ദൈവമാണ്. പറയണമെന്ന് എതിരികളെ നോക്കിയിട്ട് നിങ്ങൾ പറയണം, വെറുതെ ഇരുന്ന് സമയം കളയരുത്. നീ എതിരികളെ നോക്കി, കുഞ്ഞിനെ നോക്കി, ഹസ്ബൻഡിനെ നോക്കി, മാതാപിതാക്കളെ നോക്കിയിട്ട് പറയണം, നീ എനിക്ക് തന്നെങ്കിൽ ഞാൻ അവരുടെ കൂടെ അനുഗ്രഹത്തോടെ ജീവിക്കും. നമ്മൾ പറയണം. അതിനുള്ള അധികാരം നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്നു. നമ്മളൂടെ പരാജയപ്പെട്ടു പോയാലോ? ഹലോ,
ചിന്തിച്ചേ, എൻ്റെ വീട്ടിൽ നിന്ന് ദൈവം എന്നെയാ കണ്ടെങ്കിൽ ഞാനൂടങ്ങ് നിരാശയിൽ ആണ്ടുപോയാൽ പ്രിയരെ ആര് പ്രാർത്ഥിക്കും? പിന്നെ ഒന്ന് പറഞ്ഞേ. ദൈവം ചൂസ് ചെയ്തിരിക്കുന്ന നിന്നെയാ. നീ ക്ഷീണിച്ചു പോവാൻ സമ്മതിക്കത്തില്ല അവൻ. നീ പറ, കർത്താവേ, ഏത് ശോധനയിലൂടെ ഞാൻ കടന്നുപോയാലും നിന്റെ ബലം എൻ്റെ മേൽ പകരണമേ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അതല്ലേ കേട്ടെ? ആ ബലം നമുക്ക് ആവശ്യമാണ് പ്രിയരെ. എന്തിനാണെന്നറിയാവോ? നിലനിൽക്കാനുള്ളൊരു ബലം നമുക്ക് ആവശ്യമാണ്. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചോളട്ടെ. ജീവിതത്തിൽ വലിയ പ്രതികൂലമൊന്നുമില്ലാതെ കുഴപ്പമില്ലാതെ ഈ ചർച്ചിലുള്ളവർ പലരും പൊക്കൊണ്ടിരിക്കുന്നില്ലേ? നിഗളിക്കല് കേട്ടോ. ഒറ്റ ദിവസം മതി കാര്യം അപ്സൈഡ് ഡൗൺ ആയി തീരാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും എങ്ങനെ ഉണ്ടായിരിക്കും അറിയോ? താഴ്മയോടെ, വിനയത്തോടെ, നന്ദിയോടെ, സ്നേഹത്തോടെ, സമർപ്പണത്തോടെ. അപ്പാ, ഇതൊന്നും എൻ്റെ മിടുക്കല്ല, എൻ്റെ പപ്പയുടെ അല്ല, എൻ്റെ അല്ല, എല്ലാം നിന്റെ ദാനം, ദാനം, ദാനം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതല്ലേ നമ്മൾ പഴയ സമയത്ത് വായിക്കുന്നേ? അവർ പറയും ഇസ്രായേൽ ജനത്തോട്, നിങ്ങൾ എന്തൊരു കൂടാരപ്പെരുന്നാൾ ആഘോഷിച്ച് നിങ്ങൾ മച്ചിട്ട മൗനങ്ങളിൽ ഇരിക്കാതെ കൂടാരത്തിൽ ചെന്നിട്ട് അപ്പം കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, ഞങ്ങളെ ദൈവം എങ്ങനാ മോനെ കൊണ്ടുവന്നേന്ന് പറഞ്ഞു കൊടുക്കണം. എന്ത് പറഞ്ഞു കൊടുക്കാൻ മടിച്ചാലും നമ്മുടെ പഴയത് നമ്മൾ പറഞ്ഞു കൊടുത്തവരെ ഓർപ്പിക്കാൻ ഒരിക്കലും നമ്മൾ മറക്കരുത്. അപ്പൊ മനുഷ്യൻ അവസാനമാകുമ്പോൾ എന്തുവായി തീരുമെന്നറിയാവോ? സ്വസ്നേഹികളായി തീരും. അടുത്ത വാക്യം കൂടെ വായിച്ചേ പ്ലീസ്, വായിച്ചോട്ടെ. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും. കണ്ടോ, എന്തുവായി തീരും? മനുഷ്യ സ്വസ്നേഹികളും എന്തുവായി തീരും? പറഞ്ഞേ, ദ്രവ്യാഗ്രഹികളായി തീരും. മനസ്സിലായോ? ഞാൻ ഒന്നിനും എതിരില്ല. ഞാൻ പറഞ്ഞല്ലോ, സേവ് ചെയ്യണ്ട എന്ന് പ്രസംഗിക്കുന്ന ഒരു പാസ്റ്റർ അല്ല ഞാൻ. ഹലോ, എന്ന് വെച്ചാൽ സമ്പാദിച്ചു വെക്കണ്ട എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. വേദപുസ്തകത്തിൽ കർത്താവ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉറുമ്പിനെ നോക്കി പഠിക്കാൻ പറഞ്ഞേക്കുന്നു. എന്തോ നോക്കി പറഞ്ഞേക്കാം? എന്തോ അതെന്ത് ചെയ്യുന്നു? അതെന്ത് ചെയ്തു? ശേഖരിച്ചു വെക്കുന്നു. സേവ് ചെയ്യണ്ടെന്നൊന്നും പറഞ്ഞില്ല. ആര് പറഞ്ഞതൊക്കെ പറയേണ്ടത്? മൊത്തം വായിക്കാതെ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് വായിക്കുന്നോണ്ടാ കുഴപ്പം. പക്ഷേ ദൈവം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ വല്ലാതെ വ്യാകുലപ്പെടണ്ടെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? വ്യാകുലത വരുന്നുണ്ടോ ആർക്കെങ്കിലും? കുഞ്ഞെങ്ങനെ ആവും? വളർച്ച എങ്ങനെ ആവും? ഫീസ് എങ്ങനെ ആവും? സഭ എന്തോ ആവും? ആരോഗ്യം എന്തോ എന്നെല്ലാം വ്യാകുല വരുന്നുണ്ടോ? ദൈവം പറഞ്ഞെന്തെന്നറിയോ? വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. ജാതികളാണ് നാളെ എന്തോ ആയി തീരുമെന്ന് ചിന്തിക്കുന്നത്. നമ്മുടെ പ്രത്യേകത എന്തെന്നറിയോ? നാളത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ? നാളെ എന്തോ മേടിക്കണമെന്നില്ല, ഇതെല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾ അതിനകത്ത് വലുതായിട്ട് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു, അതതിൻ്റെ സമയത്ത് നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കേൾക്കുന്നുണ്ടോ പ്രിയരെ? പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാവശ്യമെന്ന് കണ്ടാൽ ആകാശത്തിൽ നിന്ന് കെട്ടിയിറക്കി തരുമോ എന്ന് ചോദിച്ചാൽ ദൈവം വേണമെങ്കിൽ അതും ചെയ്യുന്ന ദൈവമാണ്. ഹലോ, കേൾക്കുന്നുണ്ടേ പ്രിയരെ? ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസി പോലും ചില സമയത്ത് വെച്ചിരിക്കുന്ന ഹോസ്പിറ്റലിന് അപ്രൂവ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. എന്നാൽ ആ രോഗത്തെ തുടച്ചു മാറ്റാൻ കഴിയുന്ന ദൈവത്തെയാണ് നീ വിശ്വസിക്കുന്നത്. മനസ്സിലായോ? ഇൻഷുറൻസ് ഉണ്ടായിരുന്നു കോവിഡിന്റെ സമയത്ത് എല്ലാവർക്കും. പക്ഷെ കോവിഡ് എന്ന രോഗത്തിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു അന്നേരം. ഇപ്പൊ ചിലപ്പോൾ കവറായിരിക്കും, അന്നേരം ഇല്ലായിരുന്നു. പുതിയത് എന്തു വന്നാലും നിന്റെ ഇൻഷുറൻസിൽ അതൊന്നും കാണത്തില്ല. പക്ഷേ നിനക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന യേശുവിന്റെ രക്തം ഉണ്ടെന്ന് ഒരിക്കലും നീ മറന്നു പോകരുത്. നമ്മൾ മറക്കരുത്. എല്ലാത്തിനകത്തിലും നമ്മുടെ പ്രത്യാശ കൊണ്ട് വെച്ച് കളയല്ലേ. നമുക്ക് ഈ ഭൂമിയിലാകുമ്പോൾ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മുടെ പ്രത്യാശ മുഴുവൻ എവിടെ വെച്ചിരിക്കണമെന്നറിയാവോ? ദൈവത്തിൽ വെച്ചിരിക്കും. ഞാൻ അവസാനിപ്പിക്കുക. അന്ത്യകാലമാവുമ്പോൾ ദുർഘട നിമിഷങ്ങൾ വരും. മനുഷ്യൻ സ്വസ്നേഹികളായിത്തീരും, ദ്രവ്യാഗ്രഹികളായിത്തീരും. അടുത്ത വാക്യം വായിച്ചേ. വമ്പ് പറയുന്നവരായിത്തീരും. അതുകൊണ്ട് ഞാൻ പറയട്ടെ പ്രിയരെ, ഉപവസിക്കുകയാണെങ്കിൽ 50 പേര് കേക്ക ചെയ്തൊന്നും പറയല്ലോ, ഓ ഞാൻ ഇന്നലെ ഫാസ്റ്റിംഗ് ആയിരുന്നു അച്ഛാ, പ്ലീസ് പറയരുതേ. ഉപവസിക്കുന്നെങ്കിൽ മിണ്ടാതിരുന്നു. ഞാനൊരു 2 മണിക്കൂർ ഇന്ന് പ്രാർത്ഥിച്ചു. അടുത്ത് ആരോടായി പറയുന്നേ? വമ്പ് പറയരുത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് തലവേദന മാറിയെങ്കിൽ കുഴപ്പമില്ല, ദൈവത്തിന്റെ നാമം മഹത്വപ്പെട്ടെന്നേ. അതിനെ നീ മീഡിയയിൽ കൊടുത്ത് ഒരു വലിയ വ്യാപാരം ചെയ്യരുത്. ഞങ്ങൾ ഇവിടെയും റെക്കോർഡ് ചെയ്യുന്നുണ്ട്.
എന്തെങ്കിലും ഒരു അത്ഭുതം നാളെ ചെയ്താൽ ബ്രദർ ഓർത്തോ, ഞാൻ നാളെ തെറ്റു പറഞ്ഞാൽ എന്നെ കറക്റ്റ് ചെയ്തോണം. നീ ദൈവപ്രവൃത്തിയെ വ്യാപാരം ചെയ്യുന്നവനാക്കി തീർക്കരുത്. ദൈവം എന്തെങ്കിലും ഒരു സാധുവിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചാൽ അതിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുന്നൊരു കണ്ണ് നമുക്കുണ്ടായിരിക്കണം. ചെറുത് ചെയ്തിട്ട് വലുത് ചെയ്തെന്ന് പറയുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ. കർത്താവിന്റെ പുസ്തകത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? അവൻ അത്ഭുതങ്ങളെ ഒക്കെ എവിടെ എന്തെന്നാ കുറച്ചാ എഴുതിയേക്കുന്നതെന്നാ പറഞ്ഞിരിക്കുന്നത്. കാരണം ഘനമായ കാര്യങ്ങൾ എഴുതാൻ ബാക്കിയുള്ളത് കൊണ്ട് അത്ഭുതങ്ങളെയൊക്കെ അത്യാവശ്യം വേണ്ടതിനെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. മനുഷ്യൻ എന്തോ ആയി തീരുമെന്നറിയോ? വമ്പ് പറയുന്നവരാത്തിരും. വേറൊരു വമ്പെന്ന് ചോദിച്ചാൽ ഞാൻ ആരുടെ ആരാ, എവിടുന്ന് എവിടാ ഇതൊക്കെ പറയത്തില്ലേ. ഞങ്ങളുടെ ഒരു വീട്ടില് ഇനി അലക്സ് പാസ്റ്റർ ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നല്ലോ. അദ്ദേഹം എന്നോട് പറഞ്ഞതാ, ഒരു അച്ഛൻ്റെ വീട്ടിൽ പ്രാർത്ഥന വെക്കുക. അച്ഛൻ ഭയങ്കര ദാരിദ്ര്യത്തിലേക്ക് അങ്ങ് പോയി. നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ല കുടുംബമഹിമയൊക്കെയുള്ള ആൾ. അങ്ങ് ദാരിദ്ര്യത്തിലേക്ക് പോയി. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, അച്ഛാ പ്രാർത്ഥന വെക്കുമല്ലേ, വലിയതായിട്ടൊന്നും കാര്യമായിട്ടൊന്നും കരുതണ്ട, കാരണം അച്ഛന് സാമ്പത്തികമായിട്ട് എന്തുണ്ടല്ലോ, ബുദ്ധിമുട്ടുണ്ടല്ലോ. ഉടനെ പാസ്റ്ററോട് അച്ഛൻ ചോദിക്കുക, പാസ്റ്റേ ആന മെലിഞ്ഞാൽ തൊഴുത്തി കിട്ടുമോ പാസ്റ്റേ? കേൾക്കുന്നുണ്ടോ? എടാ, ലാസ്റ്റ് മൊമെന്റിൽ നിന്നിട്ടും ഇവന്റെ നികളത്തിന് കുറവില്ല, വമ്പിന് കുറവില്ല. മനസ്സിലായോ? ഉടുതുണിക്ക് മറുതുണി ഇല്ലാതിരിക്കുമ്പോഴും നികളത്തിന് കുറവില്ല. കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? താഴ്മ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നമ്മുടെ കൂട്ടുദാസിയെ പഠിപ്പിക്കണം, നമ്മുടെ കൂട്ടുദാസനെ പഠിപ്പിക്കണം. ദൈവസഭയിലെ ഒരാൾ ഇത് പറയുമ്പം നീ അവരെ അവരുടെ വീട്ടിൽ കയറ്റിയിരുത്തി പ്രോത്സാഹിപ്പിക്കരുത്. ഞാൻ ഒരാളുടെ കുറ്റം പറയാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നാൽ എന്നെ അതിന് പ്രൊമോട്ട് ചെയ്യല്ല പറയണം. പ്ലീസ് പാസ്റ്റർ, ഞാൻ അതിനല്ല പ്രതീക്ഷിക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ, എൻ്റെ പ്രിയരുടെ വിഷയങ്ങൾ അനേകം കിടക്കുക, ഇരുന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമ്മൾ എന്റർടൈൻ ചെയ്യുന്നവരായി തീരല്ലോ ഒരിക്കലും. അതുകൊണ്ട് എന്തോ പറ്റുമെന്നറിയാവോ? നമ്മുടെ കൃപയും പോകും, ഇവരുടെ കൃപയും പോകും. മനുഷ്യൻ എന്തോ പറയുന്നവനായി തീരരുത്, വമ്പ് പറയുന്നവനായി തീരരുത്. അടുത്ത വാക്യം കൂടെ വായിച്ചേ. അഹങ്കാരികളും. ഞാൻ എന്നെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അടുത്ത വാക്യം. ദൂഷകന്മാരും, ദൂഷണം പറയുന്നവരും. അടുത്ത വാക്യം. അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും. വായിച്ചോ. നന്ദി കെട്ടവരും, അശുദ്ധരും, വാത്സല്യമില്ലാത്തവരും, ഇണങ്ങാത്തവരും, ഏഷണിക്കാരും, അജേന്ദ്രിയന്മാരും. അടുത്ത വാക്യം. ഉഗ്രന്മാരും, സൽഗുണദോഷികളും, ദ്രോഹികളും, ദാഷ്ട്യക്കാരും, നിഗളികളുമായി, ദൈവപ്രിയമില്ലാതെ, ഭോഗപ്രിയരായി, കേട്ടോണേ, ഭക്തിയുടെ വേഷം ധരിച്ച്. എന്ന് വെച്ചാൽ പറയുന്നത് മൊത്തം യേശു 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 എന്നാ, ചെയ്യുന്നത് മൊത്തം ലോകത്തിന്റെ പദ്ധതിയാണ്. കേൾക്കുന്നുണ്ടോ? പറയുന്നത് മൊത്തം ആരുടെ പേരാ? പക്ഷേ പ്രവർത്തിക്കുന്നത് മൊത്തം. ബാബു ചെറിയാൻ പറഞ്ഞു, ഒരാൾ നന്നായിട്ട് അറിയണേ അവരോട് 7 ദിവസം പോയി എന്ത് ചെയ്യണം? താമസിക്കണം. എത്ര ദിവസം? കുറഞ്ഞ വശം എങ്കിൽ, എൻ്റെ ഓർമ്മയില്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, അത് എൻ്റെ ഓർമ്മയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസവും കഴിയുമ്പോൾ അറിയാം കാര്യങ്ങളുടെ വ്യത്യാസം. മനുഷ്യൻ അന്ത്യകാലത്ത് എന്തോ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക? പറഞ്ഞേ, ഉണർവ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ദൈവം ഇവിടെ എന്തോ പറയുന്നേ? കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെ പറയുക. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആരാ നമ്മുടെ കുറവ് പറഞ്ഞു തരുന്നറിയോ? ദൈവം. അവൻ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നു. അല്പനേരത്തേക്കുള്ളതല്ല, അവസാനം വരെയുള്ള നന്മ ആഗ്രഹിക്കുന്നു. എല്ലാ കണ്ണുകളും എന്ത് ദിവസം അടഞ്ഞാട്ടെ. നമ്മൾ കേട്ട ദൈവവചനത്തിന്റെ മുമ്പിലേക്ക് നമ്മളെ സമർപ്പിച്ചു കൊടുത്തേ. കർത്താവേ, ഞാൻ വമ്പ് പറഞ്ഞൊരു വ്യക്തിയാണോ? കർത്താവേ, ഞാൻ നിഗളിയായ ഒരു വ്യക്തിയാണോ? ഞാൻ ഏഷണി പറയുന്നൊരു വ്യക്തിയാണോ? ഒരു വിശുദ്ധ ജീവിതത്തിന് ഒരു താല്പര്യമില്ലാതെ അശുദ്ധിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ഒരു ദുഷ്ടതയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ ഞാൻ? ഞാൻ അറിഞ്ഞുകൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും ചതിക്കുന്നൊരു വ്യക്തിയാണോ കർത്താവേ? ഞാൻ എൻ്റെ സഭയെ ചതിക്കുന്നൊരു വ്യക്തിയാണോ? എങ്കിൽ നീ ഈ പകലിൽ എന്നെ ഒന്ന് ശോധന ചെയ്യണം കർത്താവേ. എൻ്റെ ഹൃദയത്തെ നീ ഒന്ന് ശോധന ചെയ്യണമേ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നെങ്കിലും എനിക്ക് അകത്ത ആത്മസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല കർത്താവേ. എനിക്ക് നീയുമായിട്ടൊന്ന് കണക്ട് ചെയ്യപ്പെടാനായിട്ട് പറ്റുന്നില്ല കർത്താവേ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിലും എനിക്ക് ആത്മസാന്നിധ്യം അറിയാനായിട്ട് പറ്റുന്നില്ല കർത്താവേ. ഞാൻ അകന്നിരിക്കുന്നെങ്കിൽ നീ അങ്ങയുടെ പുത്രന്റെ രക്തത്താൽ, അങ്ങയുടെ പുത്രനാൽ, അങ്ങയുടെ നീതിയാൽ
ദൈവം എന്നെ വീണ്ടും അടുപ്പിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കണ്ണും നടഞ്ഞാട്ടെ. ഇന്ന് ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു വ്യക്തിയുടെ പോലും മനസാക്ഷി മലിനപ്പെടാതിരിപ്പാൻ ഇന്ന് പകലൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവമേ, നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് ഈ ഒരാഴ്ച ഭവനത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. അന്യായമായ യാതൊരു വാക്കുകളും അവരുടെ വായിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവം സമ്മതിക്കല്ലേ. പ്രത്യാശ നഷ്ടപ്പെട്ട വാക്ക് അവരുടെ വായിൽ നിന്ന് വരുവാൻ സമ്മതിക്കല്ലേ. നിന്റെ വചനവും പ്രാർത്ഥനയും ആത്മീയ അന്തരീക്ഷവും അവരുടെ ഭവനത്തിനകത്തിൽ നിറയേണ്ടതിനായിട്ട് ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹം നിറയണേ കർത്താവേ. ഒരു വലിയ ഒരുക്കത്തോടെ, വലിയൊരു ഉത്സവത്തോടെ ഞങ്ങൾ വരും ദിവസങ്ങളിൽ അങ്ങയുടെ നാമത്തെ ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ബഹുത്വം മുഴുവൻ ഞങ്ങൾ അങ്ങേ കേൾപ്പിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗ്ഗപിതാവേ. ആമേൻ, ആമേൻ.